ഇന്ന് ഞാനെൻ്റെ വെള്ളക്കാന്താരിൻ്റെ കൃഷി ഒന്ന് കാണിച്ചു തരാമേ. കാന്താരി ചെടിയുടെ ചുവട്ടിൽ നിറയെ കാട് പിടിച്ചങ്ങനെ കിടക്കുവാണ്. ഞാനതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാന്താരി ചെടി നടുന്നതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്ന് പറയും കേട്ടോ. ഒരുപാട് പരിചരണമൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് ഈ വെള്ളക്കാന്താരിൻ്റെ ചെടിയെ. നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇനമാണിത്. നമ്മുടെ അടുക്കളേൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള മുളകൊക്കെ എന്നും ഒന്ന് നോക്കിയാൽ ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നടുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ വിത്ത് എടുത്തിട്ടാണ് നടാറുള്ളത്. ഈ മുളകുണ്ടല്ലോ, ഇതിൻ്റെ പഴുത്ത മുളക് നോക്കി എടുത്തിട്ട് ഉണക്കി എടുത്തിട്ട് അതിൻ്റെ വിത്ത് എടുക്കുക. വിത്ത് പാകി മുളപ്പിച്ച തൈ 1 മാസം പ്രായമാകുമ്പോഴത്തേനും നമുക്കത് മാറ്റി നടാവുന്നതാണ്. മാറ്റി നടുമ്പോൾ എങ്ങനെയാണ് കുഴി എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 അടി വീതിയിലും കുഴി എടുക്കുക, അതിനോടൊപ്പം വട്ടത്തിലും. അപ്പോൾ നല്ല കുഴി ഇതിന് ആവശ്യമാണ്. നല്ല ഇളക്കമുള്ള മണ്ണാകുമ്പോഴത്തേനും വേരെങ്ങനെ പെട്ടെന്ന് ഇറങ്ങിക്കോളും. അപ്പോൾ പിന്നെ പറയുകയേ വേണ്ട, കാട് പോലെ അങ്ങ് തഴച്ച് വളരും ചെടികൾ. നിറയെ കൊലകൊത്തി കായ്കൾ അങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നടുന്നതിന് മുന്നേ നമ്മളിതിന് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ? ഞാനിതിൽ ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കരിയിലയുമാണ് കേട്ടോ. കരിയിലയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് മണ്ണിനടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണ് ഇട്ട് മൂടി കിളച്ചെടുത്തിട്ട് അതിലോട്ട് തൈ നട്ടു വയ്ക്കുക. അപ്പോൾ 1 മാസം പ്രായമായ തൈകളാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. പിന്നെ ഈ മുളകിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ വലുതായിട്ട് കീടബാധയൊന്നും ബാധിക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഉണ്ട മുളകിലാണെങ്കിൽ അതിൽ കീടബാധയൊക്കെ ഉണ്ടാവും. അതിൽ കീടനാശിനിയൊക്കെ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ജൈവ രീതിയിലാണ് ഞാൻ കീടനാശിനി അതിലോട്ട് ഒഴിക്കാറുള്ളത്. അതിലോട്ട് ചെടിയിലോട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം 3 ഇരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ച് തളിച്ച് കൊടുക്കുകയും മൂട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ 1-2 തൈകളൊക്കെ ഇതൊക്കെ നട്ടിരിക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പറിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ മുളക് ഞാൻ എൻ്റെ എല്ലാ കറികളിലൊക്കെ ചേർത്ത് കൊടുക്കുകയെ. ഡെയിലി ഇതിൽ നിന്ന് പൊട്ടിക്കാറുണ്ട്. ഡെയിലി ഇതിൽ നിന്ന് മുളകൊക്കെ പറിച്ചെടുത്ത് ഞാൻ എല്ലാ കറികളിലും ചേർത്ത് കൊടുക്കും. പിന്നെ കുറേയൊക്കെ ഉണക്കിയൊക്കെ പൊടിച്ചൊക്കെ എടുക്കും. കുറച്ച് ബന്ധുക്കൾക്കും അയൽക്കാർക്കുമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാടൊന്ന് വെട്ടിത്തെളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാടുകളൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.